രേണുകേ, പറയൂ. നമ്മൾ കുറേ ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക പീഡനം, ഗർഭചിത്രം ഒക്കെ. കഴിഞ്ഞ ഡിബേറ്റില് നീ പറഞ്ഞായിരുന്നു ഇത് ഇങ്ങനെയൊരു പെൺകുട്ടി ഉണ്ടോ, അതിൽ പോലും സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് നീന്നല്ല പലരും അത്തരത്തിൽ ഇതൊക്കെ കൃത്യമായിട്ട് ഇപ്പൊ ഉണ്ടാക്കാം. ശബ്ദമൊക്കെ ഇപ്പം ആരുടെ പേരിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, ചാറ്റും ഒക്കെ അങ്ങനെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സ്ഥിരീകരണം അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതായത് രശ്മി പത്മ മുമ്പ് ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു, പിന്നീട് അവർ ഫോർത്ത് എന്ന് പറഞ്ഞ പുതിയ ചാനൽ തുടങ്ങാൻ പോകുന്ന ഒരു ചാനലിലേക്ക് പോയി, അത് പിന്നെ തുടങ്ങിയില്ല. ഇപ്പോൾ അവർ ന്യൂസ് 24 മലയാളം എന്ന ഈ അടുത്ത് വന്നൊരു ചാനലിലെ വലിയ പൊസിഷൻ, അസോസിയേറ്റ് എഡിറ്റർ പൊസിഷനിലാണ്, അവിടെയാണ് ജോലി ചെയ്യുന്നത്. അവരുടെ ഒരു പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഞാൻ അവളെ കണ്ടു, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭചിത്രമോ ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോടാണ്. അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട്, അവർ വളരെയധികം മാനസികാഘാതത്തിലാണ്. ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നു എങ്കിൽ കൂടിയും മനസ്സ് ഇപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനസികാവസ്ഥയിലാണ് അവർ. അശാസ്ത്രീയമായ ഗർഭചിത്രം, തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ, ചുറ്റും നടക്കുന്ന സ്ലറ്റ് ഷെയ്മിങ്, ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത്. മര്യാദക്ക് ഉറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോലും ദിവസങ്ങളായി. അങ്ങനെ പോകുന്നു പോസ്റ്റ് കുറേയുണ്ട്. അപ്പൊ നമുക്ക് വിശ്വസിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ ചതിച്ച ഒരു പെൺകുട്ടി ഉണ്ട് അല്ലേ? അപ്പം ലക്ഷ്മി പത്മയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക ചുമ്മാ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടില്ല. ഇതിപ്പോ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എങ്ങനെ ന്യായീകരിക്കും രാഹുൽ മാങ്കൂട്ടം? ഞാൻ അതിനെ അങ്ങനെ ന്യായീകരിച്ച ആ ഒരു വ്യക്തിനെ ന്യായീകരിച്ച് സംസാരിച്ചതല്ല. ഇനിയിപ്പോ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് തന്നെ ഇരിക്കെ എന്തുകൊണ്ട് ഇപ്പോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ കാരണം? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. പിന്നെ ആ കുട്ടിയുടെ ഓരോ വോയിസ് ക്ലിപ്പിലും കുട്ടി സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്, അവൻ ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ടും അപ്പോഴൊന്നും ആ കുട്ടി ഭയങ്കര മാനസിക ഇതായിട്ടുള്ള അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അത്തരത്തിലാണ് ഞാൻ സംസാരിച്ചത്. അത് കുറെ മുമ്പ് ഉള്ള ഓടിയാണെങ്കിലോ, ഈ കുട്ടി അബോർഷനൊക്കെ ചെയ്യുന്നതിന് മുമ്പുള്ള ഓടിയാണെങ്കിലോ, ഒരു പെങ്കൊച്ച്, അപ്പൊ മാനസികപരമായ ഒരു കുഴപ്പമില്ലാത്ത ആൾക്ക് ഇപ്പം വരാൻ കാരണം അത് ആ പെൺകുട്ടിയോട് തന്നെ ചോദിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അതാണ് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ പെൺകുട്ടി ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ ആ പെൺകുട്ടി മാനസികമായിട്ട് വളരെ അല്ല, പെൺകുട്ടി അങ്ങനെ ഉണ്ടെന്നും കുട്ടീനെ ഏറ്റെടുക്കാന്നൊക്കെ ആ സന്ദേശത്തില് രാഹുലും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ രാഹുല് പിന്നീട് പറയുന്നുണ്ട് നിന്നെ കൊല്ലാൻ എനിക്ക് സെക്കൻഡ്, പിന്നെ അവര് പറയുന്നുണ്ട് എന്റെ കാര്യം നിങ്ങൾ നോക്കണ്ടെന്നോ കുട്ടി അതൊക്കെ പറയൂലേ. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു പെൺകുട്ടിയെ പ്രണയിച്ചു അല്ലെങ്കിൽ പ്രണയം നടിച്ചു, ലൈംഗികമായി ബന്ധപ്പെട്ടു, ആ പെൺകുട്ടി ഗർഭിണിയായി, പിന്നീട് ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴേ അവൻ കൈയൊഴിയുന്ന രീതിയിലാണ് ഞാൻ ആ പെൺകുട്ടിയോട് പ്രതികരിക്കുന്ന എങ്കിൽ ആ രീതിയിലല്ലേ ആ പെൺകുട്ടി എന്നോട് പറയുള്ളൂ. അപ്പൊ അങ്ങോട്ട് പറയാണോ നിന്നെ കൊല്ലാൻ എനിക്ക് സെക്കൻഡുകൾ മതി എന്നൊക്കെ പറയാം. പക്ഷെ അത് സംസാരിക്കുന്ന എന്താ വെച്ചാൽ നമ്മൾ ആ വോയിസ് ക്ലിപ്പ് കറക്റ്റ് ആയിട്ട് കേട്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും തരാം, അല്ലെങ്കിൽ ഞാനിത് ഏറ്റെടുത്തോളാം എന്നൊക്കെ രാഹുൽ ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല, ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറഞ്ഞ അങ്ങനെയല്ല. വേണ്ട കാര്യങ്ങൾ ചെയ്യാം, അതായത് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണമെങ്കിൽ രാഹുൽ ചെയ്തോളാം, ഞാനത് ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞതിലുള്ള മിസ്റ്റേക്ക് ആണ്, അല്ലാണ്ട് അങ്ങനെ പറയരുത്. അങ്ങനെയൊക്കെയാണ് രാഹുലും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിന്ന് സംസാരിച്ച ഒരു വ്യക്തി പിന്നീട് എന്തിനാ ഇപ്പോ ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, മനസ്സിന് സുഖമില്ല? അവര് പറഞ്ഞതല്ല, അവരുടെ അവസ്ഥ കണ്ടിട്ട് ലക്ഷ്മി പത്മ മാധ്യമ പ്രവർത്തക കിട്ടതാണ്. അപ്പൊ അങ്ങനെ അവസ്ഥയുള്ള ഒരു സ്ത്രീ എന്തുകൊണ്ട് കേസ് സ്വയമേ ഒരു കേസ് കൊണ്ടുപോയി കൊടുത്തില്ല? അതെന്തുകൊണ്ടായിരിക്കും? ഇത് കാണുന്നവര് എന്തായാലും ചെയ്യണവര് നല്ല പൊങ്കാല. രാഹുലിനല്ല, ഒരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന പോലും പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാ? ഇപ്പൊ ഞാൻ ചെയ്താലും ഞാൻ അതേ പറയത്തുള്ളൂ. ഇത്രയും കാലം കഴിഞ്ഞപ്പോ വേടന്റെ കേസ് വന്നപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു. കുറെ കാലം കഴിഞ്ഞ് പറയുന്നു അങ്ങനെ എന്നെ പീഡിപ്പിച്ചു, ഗർഭിണിയാക്കിയെന്നും പറഞ്ഞു വരുന്നു. ഇതൊക്കെ അവര് നിന്ന് കൊടുത്തോണ്ടല്ലേ ഈ ഒരു സംഭവം ഉണ്ടായത്. ഇനി ഓക്കെ, ചതിച്ചു പറ്റിക്കപ്പെട്ടെന്ന് മനസ്സിലായ അത് ആ നിമിഷം അതിന് വേണ്ട കാര്യങ്ങൾ എടുക്കണമായിരുന്നു.
ആരോടെങ്കിലും പറയണമായിരുന്നു. ഇത് അപ്പത്തെ ഓഡിയോ ആയാലും ഇപ്പത്തെ ഓഡിയോ ആയാലും ഇത്രയും സ്ട്രോങ് ആയിട്ട് ഫോണിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു യുവതിക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ പറ്റായില്ല. നമുക്കറിയേണ്ടത് അവരെപ്പോഴാണ് സംസാരിച്ചത് നമുക്കറിയോ? അതറിയില്ല. അതാ പറഞ്ഞ ഇപ്പോഴാണ് ആ കുട്ടി അങ്ങനെ സംസാരിക്കുന്നത്. ആ സമയത്ത് സ്ട്രോങ് ആയിരിക്കും. പിന്നീട് ഒരു പെൺകുട്ടിക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത അപ്പൊ എന്നാൽ ഇത്രയും എന്താ പറയാ ഓരോരുത്തരുടെയും സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ വന്നു. വനിതാ കമ്മീഷനും ഒക്കെ കേസ് എടുത്തിട്ടുണ്ട്. അപ്പൊ സ്വയമേ പോയിട്ട് ഒരു കേസ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? രാഹുലാണ് ഇതിന് ഉത്തരവാദി എന്ന് ഉറപ്പുണ്ടെങ്കിൽ രാഹുലിനെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്കും രംഗത്ത് വന്നൂടെ? ഇപ്പൊ എന്തായാലും കുട്ടീനെ ആരും വെളിപ്പെടുത്തില്ല. അത് ഞാൻ പറയാം. ഈ കുറിപ്പിൽ തന്നെ അതുണ്ട്. എന്താ? അതായത് ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നു എങ്കിൽ കൂടിയും മനസ്സ് ഇപ്പോഴും അയാളിൽ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ അയാളോട് പറയണം എന്നെ കുഞ്ഞിനെ ആത്മാർത്ഥമായിട്ട് ഒരു പെൺകുട്ടി ഒരാളെ പ്രണയിച്ചു കഴിഞ്ഞാല് അവൻ എന്ത് ചട്ടത്തരം ചെയ്താലും ചില പെൺകുട്ടികൾ അവർ തള്ളി പറയൊന്നുമില്ല. ഇല്ല, ഇത്രയും പറഞ്ഞ ഒന്നും തള്ളിപ്പറയലും അദ്ദേഹത്തെ കരിവാരിത്തേക്കലൊന്നും അല്ലായിരുന്നു. അപ്പൊ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാള് ഇത്രയും ഓഡിയോ സന്ദേശങ്ങൾ എടുത്തു വെക്കുന്നു, ചാറ്റുകൾ എടുത്തു വെക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ആ കുട്ടിയുടെ അറിവോടെയാണ് ഇത് പുറത്തു വന്നതെന്ന് പുറത്തു വന്ന അറിവോടെയല്ലേലും ഇത് ചെയ്യുമ്പോ ഇത് ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. നോർമലി ഇപ്പൊ രേണുയുടെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ റെക്കോർഡല്ലേ? ഇപ്പൊ ഞാൻ അല്ല റെക്കോർഡിംഗ് ഇല്ലേ? അത് എനിക്ക് തോന്നുന്നു ആ വോയിസ് കേട്ടാൽ കുറച്ച് ഇതുള്ളവർക്ക് മനസ്സിലാവും. അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനൊരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്തതാണെന്നുള്ളത് അതിൽ വ്യക്തമാണ്. അല്ലാതെ ഇപ്പൊ എല്ലാവരുടെ ഫോണൊന്നും റെക്കോർഡല്ല. കാരണം നമ്മൾ കോൾ ചെയ്യുമ്പോൾ കേൾക്കും, യുവർ കോൾ ബി റെക്കോർഡഡ് എന്ന് കേൾക്കും. അത് കാരണം ആരും ഇപ്പൊ കോളൊന്നും അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നവര് ഉണ്ടാവും. പക്ഷെ പൊതുവെ അങ്ങനെ നോർമലി റെക്കോർഡിൽ ഇട്ട് വെക്കില്ല. കോൾ ഓട്ടോമാറ്റിക്കലി നിനക്ക് ആ ചതിക്കപ്പെട്ട പെൺകുട്ടിയോട് ദയ ഉണ്ട്, ദാക്ഷിണ്യമുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. ഇത് നേരത്തെ പറഞ്ഞത് എനിക്ക് ഓർമ്മ. എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാം. അയ്യോ, അത് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല, അത് രാഹുൽ പറഞ്ഞല്ല. ഞാൻ പറഞ്ഞത് മാറിപ്പോയത്. അങ്ങനെയല്ല, അവര് വേണ്ട അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അത് രാഹുൽ പറഞ്ഞു ഞാൻ എന്ത് വേണേലും ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നപ്പോ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എല്ലാ എനിക്ക് പാർട്ടിപരമായിട്ട് ഒന്നും അറിയില്ല. അവരോടൊന്നും ഒരു സപ്പോർട്ടിങ്ങും ഇല്ലാത്ത ഒരാളാണ് രാഹുൽ. ആയാലും വേടനായാലും ഒക്കെ ഞാനും ഒരു പെൺകുട്ടിയാണ്. ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ബോധം ഉണ്ടാവണം. എല്ലാം കഴിഞ്ഞ് വന്നിട്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എന്റെ പൊങ്കാല ഇടുന്നവരിടട്ടെ. ഞാൻ രാഹുലിനെ യാതൊരു വിധത്തിലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ ചെയ്തത് അയാളാണെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്തത് തനി ചെറ്റത്തരാണ്. നാളെ കല്യാണം കഴിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് 2 കിട്ടുമ്പോ ഞാൻ പ്രതികരിക്കും. ഞാൻ പ്രതികരിക്കും. ആവശ്യത്തിന് എന്നെ അടിക്കുകയാണെങ്കിൽ അടിച്ചോട്ടെ. ആവശ്യമില്ലാതെ ഒരുത്തനും ദേഹത്ത് തൊടാൻ വരത്തില്ല. നമ്മൾ സമ്മതിക്കാതെ ഒരുത്തനും നമ്മുടെ ദേഹത്ത് തൊടാൻ വരത്തില്ല. മരിച്ചിട്ടില്ല, ഞാനും ഇവിടെ കാണാം. ഒരു സ്ത്രീ സമ്മതിക്കാതെ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇതാക്കാതെ ഒരുത്തനും നമ്മളെ തൊടില്ല. ഇനിയിപ്പോ അങ്ങനെ ഒരു റേപ്പില് നമ്മൾ പെട്ട് കഴിഞ്ഞു, ഒരു അകപ്പെട്ടു കഴിഞ്ഞാല് അത് നമ്മൾ അറിയാതെ ആയിരുന്നെങ്കിൽ അതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ എന്നോ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം സമ്മതിച്ച് ഒത്തൊരുമിച്ച് രണ്ടുപേരും എല്ലാം കഴിഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്നതിൽ ഒരു കാര്യമില്ല.